അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതെല്ലാം ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഇത് അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലാവണമെങ്കിൽ ശരിക്കും നമുക്ക് കുറച്ച് ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം അറിയാം. കൗണ്ടർ അങ്ങനെയുള്ള കുറച്ച് ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഒക്കെ ബേസിക്സ് വേണം. കൗണ്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്നാലും എൻകോഡർ ഒക്കെ പറയുന്ന ചില ശരിക്കും നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ADC/DAC മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒരു ബേസിക് ഐഡിയ വേണം. അതേപോലെ ഓപ്പാമ്പ് പോലുള്ള ചില ഇലക്ട്രോണിക് സർക്യൂട്ട്സും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ADC/DAC ഒക്കെ ശരിക്കും അതിന്റെ സർക്യൂട്ട് ലെവൽ വർക്കിംഗ് മനസ്സിലാവുള്ളൂ. എന്നാലും നമുക്കതൊരു സിമ്പിൾ ആയിട്ട് അതിനെ ഒരു ഇന്റർപ്രറ്റ് ചെയ്യാതെ മനസ്സിലാക്കാൻ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഇതുപോലെ കുറച്ച് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് പരമാവധി സിമ്പിൾ ആക്കി അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ഇതിന് ചില ഇലക്ട്രോണിക് ടോപ്പിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ ആ ടോപ്പിക്സ് ഒന്നും നമ്മുടെ സിലബസിൽ ഇല്ല. നേരെ ഈ ADC/DAC എന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെന്തായാലും പഠിക്കണമെങ്കിൽ കുറച്ച് ബേസിക്സ് അറിയണം. അത് ഞാൻ പരമാവധി പറയാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങളൊരു സിമ്പിൾ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ADC/DAC എന്ന് പറയുന്ന സർക്യൂട്ട്സ് എവിടെയാണ്, ഇത് എന്താണ്, അതിൽ സർക്യൂട്ട്സിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം. ഓക്കെ, ഒരു സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ഫിസിക്കൽ സൗണ്ടിനെ റെക്കോർഡ് ചെയ്ത് ഒരു ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിലോ ഒക്കെ സേവ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ അത് പ്ലേ ചെയ്യേണ്ടത് ആ സമയത്ത് ഒരു സ്പീക്കറിലൂടെ അത് പ്ലേ ചെയ്യും. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വേരിയബിൾ ആണ്. അപ്പൊ ഇത് നമ്മളൊരു സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുക. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന സെൻസർ ഏതാ? മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സെൻസർ, അല്ലെങ്കിൽ സെൻസറിന്റെ വേറൊരു പേരാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോഫോൺ എന്ന് പറയുന്ന സെൻസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സൗണ്ടിനെ ഒരു ഇലക്ട്രോണിക് സിഗ്നൽ ആക്കി മാറ്റുന്നത്. പക്ഷേ സൗണ്ട് സിഗ്നൽ നമ്മൾ ഇലക്ട്രോണിക് വേവ് ഫോം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതൊരു അനലോഗ് സിഗ്നൽ ആണ്. ഈ ഒരു രീതിയിലാണ് സിഗ്നൽ പോവുക. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൽ ആകെ രണ്ട് വാല്യൂസ് ഉള്ളൂ, 1ഉം 0ഉം. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. 0 വോൾട്ട് വരാം, 1 വോൾട്ട് വരാം, 1.5 വരാം, 2.5 വരാം. ഏത് വാല്യൂ വേണമെങ്കിലും ആ സിഗ്നലിന് വരാം. ഒരു ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ ആകെ രണ്ട് വാല്യൂ ഉണ്ടാവുള്ളൂ, 1ഉം 0ഉം. അപ്പൊ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന മൈക്രോഫോൺ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്ന സൗണ്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു അനലോഗ് സിഗ്നൽ ആണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് സിഗ്നൽ ആക്കി കിട്ടും, ബട്ട് അത് എന്താണ്? ഒരു അനലോഗ് സിഗ്നൽ ആണ്. ഈ അനലോഗ് സിഗ്നലിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്നത് ഡിജിറ്റൽ സ്റ്റോറേജുകളാണ്. അവിടെ നമുക്ക് 1ഉം 0 ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും ഈ അനലോഗ് വേവ് ഫോംസിന് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? അതിനെ ഈ അനലോഗ് സിഗ്നലിനെ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയുന്ന ബ്ലോക്ക് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന അനലോഗ് സിഗ്നലുകളെ അതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ വേർഷൻ ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ADC അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് ഇത് നമ്മൾ ഡിജിറ്റൽ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? 1ഉം 0ഉം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിനെ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാർഡ് ഡിസ്കോ പെൻ ഡ്രൈവിലോട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഈ സ്റ്റോർ ചെയ്ത സാധനത്തിന് പിന്നീട് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ, ഇതിനെ സൗണ്ട് ആയിട്ട് തിരിച്ച് കേൾക്കണമെങ്കിൽ നമുക്ക് ഈ സിഗ്നലിനെ സ്പീക്കറിലേക്ക് കൊടുക്കാം. പക്ഷേ ഈ ഡിജിറ്റൽ സിഗ്നലിനെ ഒരിക്കലും നമുക്ക് സ്പീക്കറിലോട്ട് കൊടുക്കാൻ പറ്റില്ല. ഈ ഡിജിറ്റൽ ആയിട്ട് നിങ്ങൾ സേവ് ചെയ്ത സിഗ്നലിനെ വീണ്ടും എന്താക്കി മാറ്റണം? അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റണം. അപ്പൊ അത് ചെയ്യുന്ന ബ്ലോക്കാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതായത് നിങ്ങൾ ഡിജിറ്റൽ ആയിട്ട് സ്റ്റോർ ചെയ്ത സിഗ്നലിൽ വീണ്ടും അതിനെ അനലോഗ് വേർഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്ന ബ്ലോക്കാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. വൺസ് അതിനെ അനലോഗ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങോട്ട് കൊടുക്കാം, നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള സ്പീക്കറിലേക്ക് കൊടുക്കും. ഈ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസിന്റെ വേറൊരു പേരാണ്. ഓക്കെ, അപ്പൊ സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ സൗണ്ട് ആയിട്ട് കേൾക്കാം. അപ്പൊ ഈ രീതിയിലാണ് ഡിജിറ്റൽ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ പോർഷൻ ആണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്, കാരണം നമ്മുടെ വേൾഡിൽ ഉണ്ടാവുന്ന എല്ലാ സിഗ്നൽസും, നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ഉണ്ടാവുന്ന എല്ലാ സിഗ്നൽസും അനലോഗ് ടൈപ്പ് ആണ്. അതിനൊരിക്കലും നമുക്കൊരു ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ ഡിജിറ്റൽ ആക്കി മാറ്റണമെങ്കിൽ നമുക്കൊരു ADC വേണം. അതേപോലെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന സിഗ്നലുകളെ ഒരിക്കലും നമുക്ക് തിരിച്ച് നമ്മുടെ ഫിസിക്കൽ വേൾഡിലോട്ട് കൊടുക്കാൻ പറ്റില്ല. ഫിസിക്കൽ വേൾഡിലോട്ട് കൊടുക്കണമെങ്കിൽ അതിനെ വീണ്ടും എന്താക്കി മാറ്റാം? അനലോഗ് ആക്കി മാറ്റാം. അപ്പൊ അതിനുവേണ്ടി ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ വേണം. ഇത് രണ്ടും നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ബ്ലോക്കുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം DAC ആണ് നോക്കുന്നത്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതിനുശേഷം നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പറഞ്ഞതുപോലെ അതൊരു
ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ്. അപ്പൊ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ 0യും 1ഉം മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ സിഗ്നൽ ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഒരു 4-ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. 4-ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ട് ആണുള്ളത്, പക്ഷെ അത് എത്ര ബിറ്റ് ആയിരിക്കും? 4 ബിറ്റ് ആയിരിക്കും. ABCD എന്ന് പറയുന്നതാണ് നമുക്ക് ഇൻപുട്ടിലുള്ള 4 ബിറ്റുകൾ. ഔട്ട്പുട്ടിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് വാല്യൂ ഉണ്ട്. ഇനി 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട്? 0 0 0 0 തൊട്ട് 1 1 1 1 വരെ, അതായത് 16 പോസിബിൾ വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു 4 ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അവിടെ 16 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഏതാണ്? 0 0 0 തൊട്ട് 1 1 1 വരെ. നിങ്ങൾ ഈ ഓരോ ഡിജിറ്റൽ വാല്യൂ ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പൊ നമ്മൾ 0 0 0യിൽ നിന്ന് 1 1ലോട്ട് ഈ ഇൻപുട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് അനലോഗ് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്ത് വരണം. അപ്പോൾ ഓരോ ഡിജിറ്റൽ വാല്യൂവും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു അനലോഗ് ഔട്ട്പുട്ട് ഉണ്ടാവും. അത് നമ്മൾ ഡിജിറ്റൽ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് എന്ത് ചെയ്ത് വരണം? ഇൻക്രീസ് ചെയ്ത് വരണം. അപ്പോൾ അതാണ് ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ 4-ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്നത് എന്ത് ഇൻപുട്ടാണ്? ഡിജിറ്റൽ ഇൻപുട്ടാണ്. എത്ര ബിറ്റുള്ള? 4 ബിറ്റ്. ഈ ABCD എന്ന് പറയുന്ന ഈ 4 ബിറ്റുള്ള ഡിജിറ്റൽ ഇൻപുട്ടിനെ നമുക്ക് അതിന്റെ അനലോഗ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യുന്ന സർക്യൂട്ടാണ് 4-ബിറ്റ് DAC എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻപുട്ടിൽ ഞാനൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു 4-ബിറ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു 4-ബിറ്റ് കൗണ്ടർ ആണ്. അപ്പൊ നിങ്ങൾ ഓരോ ക്ലോക്കും കൊടുക്കുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ കൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഫൈനൽ കൗണ്ട് വരെ കൗണ്ട് ചെയ്യും. ഒരു 4-ബിറ്റ് കൗണ്ടറിന്റെ ഇനീഷ്യൽ കൗണ്ട് എന്താണ്? 0 0 0 0 ആണ്. അപ്പൊ ഇതിന്റെ 4 ഔട്ട്പുട്ട് എന്താണ്? 0 ആയിരിക്കും. അതാണ് ഇനീഷ്യൽ കൗണ്ട്. പിന്നെ നിങ്ങൾ ഓരോ ക്ലോക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് അതിന്റെ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 0 0 1ലോട്ട് വരും. അടുത്ത ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 0 1 0 വരും. അങ്ങനെ നിങ്ങൾ ഓരോ ക്ലോക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് കയറി അവസാനം ഇത് 1 1 1 വരെ വരും. അത് കഴിഞ്ഞാൽ വീണ്ടും എങ്ങോട്ട് തന്നെ പോകും? തിരിച്ച് അതിന്റെ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് 0 0ലോട്ട് വരും. അപ്പൊ ഞാനിവിടെ ഇത് ഒരു 4-ബിറ്റ് കൗണ്ടർ ഇൻപുട്ടിൽ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ DACയുടെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനുള്ള എല്ലാ പോസിബിൾ ഇൻപുട്സും ഈ 4-ബിറ്റ് കൗണ്ടർ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഒരു 4 ബിറ്റിലുള്ള എല്ലാ പോസിബിൾ ഇൻപുട്സും എന്ന് പറഞ്ഞാൽ 0 0 0 0 തൊട്ട് 1 1 1 വരെയുള്ള എല്ലാ പോസിബിൾ ഇൻപുട്സും നമുക്ക് ആര് ജനറേറ്റ് ചെയ്ത് തരും? ഒരു 4-ബിറ്റ് കൗണ്ടർ ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ അത് DACന്റെ ഇൻപുട്ടിലോട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ടിൽ ഓരോ ഡിജിറ്റൽ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു 4-ബിറ്റ് കൗണ്ടർ ഇതിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ 4-ബിറ്റ് കൗണ്ടർ കൊടുക്കുന്നു. അപ്പൊ ആദ്യത്തെ വാല്യൂ എന്തായിരിക്കും? 0 0 0 ആയിരിക്കും നമ്മുടെ കൗണ്ടറിന്റെ ഫസ്റ്റ് ഡിജിറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ DAC അനലോഗ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, അത് 0 വോൾട്ട് ആണ്. 0 0 0 0ന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും 0 തന്നെ ആയിരിക്കും, 0 വോൾട്ട് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എന്താ? 0 0 0 1. 0 0 0 1 എന്ന് പറയുമ്പോൾ ഇത് 0 0 0 1 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 1 വോൾട്ട് ആണ്. അങ്ങനെ നിങ്ങൾ ഓരോരോ കൗണ്ട് ആയിട്ട് കൊടുക്കും. ഇനി നിങ്ങൾ അത് കഴിഞ്ഞ് 1 0 1 0ലേക്ക് കിട്ടും. 1 0 1 0 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് 10 വോൾട്ട് ആണ്. അങ്ങനെ ഫൈനൽ കൗണ്ട് ആയിട്ടുള്ള 1 1 1 നിങ്ങൾ ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് 15 വോൾട്ട് ആണ്. അതാണ് ഈ സ്റ്റെയർ കേസ് വേവ് ഫോം ഇങ്ങനെ കാണുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് 0 വോൾട്ട് കിട്ടി, പിന്നെ നിങ്ങൾ 0 0 1 കൊടുത്തപ്പോൾ 1 വോൾട്ട് കിട്ടി, 0 0 1 0 കൊടുത്തപ്പോൾ 2 വോൾട്ട് കിട്ടി. അപ്പൊ അങ്ങനെ ഓരോ വാല്യൂ നിങ്ങൾ കൊടുക്കുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് വോൾട്ടേജ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയാണ്. ഇങ്ങനെ 1 1 1 കൊടുത്തപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടി? 15 വോൾട്ട് കിട്ടി. വീണ്ടും നമ്മുടെ കൗണ്ടർ എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും നമ്മുടെ കൗണ്ടർ 0 0 0ലോട്ടാണ് പോകുന്നത്. അപ്പൊ വീണ്ടും ഔട്ട്പുട്ട് എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 0 വോൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. DACയുടെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? നമ്മൾ ഓരോ ഡിജിറ്റൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് DACയുടെ ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ഈ DACയുടെ റെസല്യൂഷൻ? നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാ DACയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു DACയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. നിങ്ങൾ ഒരു ഡിജിറ്റൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ DACയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന സ്മോളസ്റ്റ് ചേഞ്ച്, ഈ ഡയഗ്രം നോക്കി നമുക്ക് മനസ്സിലാവും സ്മോളസ്റ്റ് ചേഞ്ച് എത്രയാണ് ഇവിടെ? 1 വോൾട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് 0 0 1 0 കൊടുക്കും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര കിട്ടും? നമുക്ക് 1 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇനി
അത് കഴിഞ്ഞ് സോറി 0010 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ 2 വോൾട്ട് ആണ് കിട്ടുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ 0011 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? 3 വോൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്, നിങ്ങൾ ഒരു 0010 എന്ന് പറയുന്ന ഒരു ബൈനറി വാല്യൂ ഡിജിറ്റൽ വാല്യൂ 0011 എന്ന് പറയുന്ന അടുത്ത ഡിജിറ്റൽ വാല്യൂയിലോട്ട് പോയപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ട് ചേഞ്ച് ആണ് സംഭവിച്ചത്? ഔട്ട്പുട്ടിൽ 1 വോൾട്ട് ചേഞ്ച് ആണ് സംഭവിച്ചത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സ്മോളസ്റ്റ് ചേഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം 0000 കൊടുത്തു, അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ 0 വോൾട്ട് കിട്ടി. അതിനുശേഷം നിങ്ങൾ അടുത്ത കൊടുക്കുന്ന 111 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എത്ര കിട്ടുക? 15 വോൾട്ടാണ് കിട്ടുക. അപ്പൊ ഔട്ട്പുട്ടിൽ ഉണ്ടായ ചേഞ്ച് എത്രയാണ്? 15 വോൾട്ട് ആണ്. പക്ഷെ അതല്ല റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് ചേഞ്ച് ആണ്. ഔട്ട്പുട്ടിൽ ഒരു DACയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. അത് ഈ കേസിൽ എത്രയാണ്? 1 വോൾട്ട് ആണ്. അതാണ് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷന് വേറൊരു പേരും കൂടി സ്റ്റെപ്പ് സൈസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഈ DACയുടെ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 1 വോൾട്ട് സ്റ്റെപ്പിലാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഇതൊരു സ്റ്റെപ്പ് വേവ് ഫോം പോലെയാണ് വരുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പ് വേവ് ഫോം ഓരോ 1 വോൾട്ട് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15 സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ ആകെ മൊത്തം 15 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കൗണ്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ മൊത്തം 15 സ്റ്റെപ്സ് ആണുള്ളത്. ഓരോ സ്റ്റെപ്പും എന്ന് പറയുന്നത് എത്ര വോൾട്ട് ആണ്? ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. അതാണ് ഇവിടുത്തെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഒരു DACയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. എന്താണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്? ഔട്ട്പുട്ടിൽ ഒരു DACയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ് നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ DACയുടെ റെസൊല്യൂഷൻ 1 വോൾട്ട് ആയിരുന്നു. ഇനി നമുക്ക് ഇതേപോലെ ഒരു 4-bit DACനെ തന്നെ എടുക്കാം. പക്ഷെ റെസൊല്യൂഷൻ 0.2 വോൾട്ട് ആണ്. നമ്മൾ ഇതേ ഒരു 4-bit DAC തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അതായത് നമുക്ക് ഇൻപുട്ടിൽ 4 ബിറ്റ് ആണ് കൊടുക്കാൻ കഴിയും. 4-bit DAC എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻപുട്ടിൽ നമ്മൾ 4 ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ട് കൊടുക്കും. ഔട്ട്പുട്ടിൽ നമുക്ക് അതിന്റെ അനലോഗ് വാല്യൂ കിട്ടണം. ഡിജിറ്റൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ അനലോഗ് വാല്യൂ കിട്ടും. അപ്പോൾ പക്ഷെ ഇതിന്റെ റെസൊല്യൂഷൻ നേരത്തെ പറഞ്ഞാലും 0.2 വോൾട്ട് ആണ്. 0.2 വോൾട്ട് ആണ്, അല്ലാതെ എന്തല്ല 1 വോൾട്ട് അല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെയും കൊടുക്കുന്നത് 4-bit കൗണ്ടർ ആണ്. അപ്പൊ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? 0000 ആയിരിക്കും. 000 കൊടുത്താൽ ഔട്ട്പുട്ടിൽ എപ്പോഴും 0 വോൾട്ട് തന്നെയാണ് കിട്ടുക. ഇനി അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 0001 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറയുന്നത് ഇതിന്റെ റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഔട്ട്പുട്ട് 0000 നിന്ന് തൊട്ടടുത്ത കൗണ്ട് ആയ 0001 പോകുമ്പോൾ ഒരു DACയുടെ ഔട്ട്പുട്ടിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്ന 0.2 വോൾട്ടിന്റെ ചേഞ്ച് ആണ് ഉണ്ടാവുക. ഇതിന്റെ റെസൊല്യൂഷൻ 0.2 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ച് ഉണ്ടാവുള്ളൂ? 0.2 വോൾട്ട് എന്ന് പറഞ്ഞ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ 0000ക്ക് നിങ്ങൾക്ക് കിട്ടിയ അനലോഗ് ഔട്ട്പുട്ട് എത്രയാണ്? 0 വോൾട്ട് ആയിരുന്നു. 0001 നിങ്ങൾക്ക് കിട്ടിയ അനലോഗ് വോൾട്ട് എത്രയാണ്? 0.2 വോൾട്ട് ആണ്. ഇനി നിങ്ങൾ തൊട്ടടുത്ത കൗണ്ട് ആയിട്ടുള്ള 0010 കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? ഒന്നുകൂടെ 0.2 കൂടും. അപ്പൊ 0.4 വോൾട്ടിലും. ഇനി തൊട്ടടുത്ത 0011 എത്തിയാലോ 0.6 വോൾട്ട് കിട്ടും. നേരത്തെ സ്റ്റെപ്പ് സൈസ് അല്ലെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻ 1 വോൾട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ ഓരോ ബിറ്റും ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് 000 കൊടുത്തപ്പോൾ 0 വോൾട്ട്, 0001 കൊടുത്തപ്പോൾ 1 വോൾട്ട്, 0010 കൊടുത്തപ്പോൾ 2 വോൾട്ട്. ഇവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.2 വോൾട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഇൻപുട്ടിൽ ഓരോ ബിറ്റും ചേഞ്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച്, അതായത് ഓരോ കൗണ്ട് മാറി വരുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ 0.2 വോൾട്ട് ആണ് ഇൻക്രിമെന്റ് ചെയ്യുക. അങ്ങനെ പോയി 1010 എത്തിയാൽ ഔട്ട്പുട്ടിൽ നമുക്ക് 2 വോൾട്ട് കിട്ടും. അങ്ങനെ ഫൈനലി നമ്മൾ 111 എത്തിയാൽ ഇതുപോലെ നമ്മൾ ഓരോ 0.2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് 3 വോൾട്ട് ആണ് കിട്ടുക. ഈ ഫൈനലി കിട്ടുന്ന വോൾട്ടേജ് നമ്മുടെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഒരു 0.2 റെസൊല്യൂഷൻ ഉള്ള ഒരു 4-bit DACയിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. അതേസമയം ഒരു ഇതേ 4-bit DACയുടെ റെസൊല്യൂഷൻ 1 വോൾട്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 15 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ DACയുടെ അടിസ്ഥാനമായിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ഓരോ ഡിജിറ്റൽ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അനലോഗ് ഔട്ട്പുട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ആവണം. അത് ഈ രണ്ട് കേസിലും കറക്റ്റ് ആണ്. ഡിജിറ്റൽ ഇൻപുട്ട് നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിലുള്ള അനലോഗ് വാല്യൂ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് ആണ്. ഓരോ ഡിജിറ്റൽ വാല്യൂ നിങ്ങൾ ഇൻക്രിമെന്റ് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ട് ഈ സ്റ്റെപ്പ് സൈസിനനുസരിച്ച് ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഈ കേസിലാണെങ്കിൽ നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 111 എത്തുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ട് 3 വോൾട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഇതാണ് ഒരു DACയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ DACയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഡി എസ് സിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, നിങ്ങളൊരു ഡിജിറ്റൽ വാല്യൂ കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡിജിറ്റൽ വാല്യൂ കൊടുത്തു 111. ഇതിന്റെ അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 15 വോൾട്ട് ആണ്. ഈ ഡി എസ് സിയുടെ കേസിൽ 111 കൊടുത്താൽ 15 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇനി 1010 കൊടുത്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 10 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇത് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ റെസല്യൂഷൻ ഇവിടെ നമുക്കൊരു ഡി എസ് സിയുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന അനലോഗ് വാല്യൂ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡി എസ് സിയുടെ ഒരു ഡി എസ് സിയുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന അനലോഗ് വാല്യൂ എന്താണെന്ന് പറയുന്നത്. അത് റെസല്യൂഷൻ ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നലിന്റെ ഡെസിമൽ വാല്യൂ ഓഫ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട്. നമ്മൾ കൊടുത്ത ഡിജിറ്റൽ ഫോർമുല ആയിട്ട് പറയാം. തൽക്കാലം ഇത്ര ഓർക്കുക, നമുക്ക് കിട്ടേണ്ട അനലോഗ് ഔട്ട്പുട്ട് എന്താണ്? റെസല്യൂഷൻ ഇൻറ്റു ഡെസിമൽ വാല്യൂ ഓഫ് ദ ഡിജിറ്റൽ ഇൻപുട്ട്. അപ്പൊ നിങ്ങൾ ആ ഫോർമുല വെച്ച് നോക്കാം. നമ്മൾ ഇവിടെ കൊടുത്ത ഡിജിറ്റൽ വാല്യൂ എന്താ? 1111. അതിന്റെ ഡെസിമൽ വാല്യൂ നമുക്കറിയാം എന്താണ്? 15 ആണ്. 15 ഇൻറ്റു റെസല്യൂഷൻ, ഇവിടെ റെസല്യൂഷൻ എത്രയാ? 1 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ 15 വോൾട്ട് കിട്ടും. ഇനി നമ്മൾ 1010 ഇൻപുട്ടിൽ കൊടുത്തു. 1010ന്റെ ഡെസിമൽ വാല്യൂ എന്താ? 10 ആണ്. ഇൻറ്റു റെസല്യൂഷൻ ഇവിടെ എത്രയാ? 1 വോൾട്ട്. അപ്പൊ ഔട്ട്പുട്ടിൽ നമുക്ക് 10 വോൾട്ട് കിട്ടും. ഇനി നമ്മുടെ തൊട്ടടുത്ത ഡി എസ് സിയുടെ കേസ് നോക്കാം. ഇവിടെ റെസല്യൂഷൻ എന്ന് പറയുന്നത് 0.2 വോൾട്ട് ആണ്. അതായത് ഓരോ ഇൻപുട്ടിൽ ഓരോ ബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ 0.2 വോൾട്ട് ആണ് മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഡിജിറ്റൽ സിഗ്നൽ കൊടുത്താൽ എത്രയാണ് അനലോഗ് ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത് 111 ആണെന്ന് കരുതുക. 111ന്റെ ഡെസിമൽ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 15 ആണ്. നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചാണ്. 111 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 ഇൻറ്റു ഇതിന്റെ റെസല്യൂഷൻ, ഈ ഡി എസ് സിയുടെ റെസല്യൂഷൻ എത്രയാണ്? 0.2. 15 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വോൾട്ട് ആണ്. അപ്പൊ 111 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 വോൾട്ട് ആണ് കിട്ടുക. ഇനി 1010 കൊടുത്താൽ എന്താ കിട്ടുക? 1010ന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എത്രയാണ്? 10 ആണ്. 1010 എന്ന് വെച്ചാൽ 10 ആണ്. 10 ഇൻറ്റു ഇതിന്റെ റെസല്യൂഷൻ 0.2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 വോൾട്ട് ആണ്. അപ്പോൾ 1010ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഡെസിമൽ അല്ലെങ്കിൽ അനലോഗ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 വോൾട്ട് ആണ്. ഇനി 0011 ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കരുതുക. 0011 എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 ആണ്. 3 ഇൻറ്റു റെസല്യൂഷൻ എത്രയാണ്? 0.2 ആണ്. അപ്പോൾ 0.6 വോൾട്ട്. അപ്പോൾ 0.6 വോൾട്ട് ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പൊ ഇതാണ് ഒരു ഡി എസ് സിയുടെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഒരു ഡി എസ് സിയുടെ അനലോഗ് ഔട്ട്പുട്ട് ഓഫ് എ ഡി എസ് സി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് സൈസ് ഓർ റെസല്യൂഷൻ ആണ് കേട്ടോ. റെസല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് രണ്ടും ഒരേ കാര്യം. ഇൻറ്റു ഡെസിമൽ വാല്യൂ ഓഫ് ദ ഡിജിറ്റൽ ഇൻപുട്ട്. അപ്പൊ ഒരു ഡി എസ് സിയുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന അനലോഗ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ റെസല്യൂഷൻ ഇൻറ്റു നിങ്ങൾ ഇൻപുട്ടിൽ കൊടുത്ത ഡിജിറ്റൽ വാല്യൂവിന്റെ ഡെസിമൽ വാല്യൂ. അപ്പൊ നിങ്ങൾ ഇൻപുട്ടിൽ 1 ഇപ്പൊ നിങ്ങൾക്ക് ഡെസിമൽ വാല്യൂ ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. സീറോന്റെ ഇതിന്റെ ഡെസിമൽ വാല്യൂ എത്ര? 4 ആണ്. ഇതെന്താ? 1, 2 ആണ്. ഇത് 3 ആണ്. ഇത് 4 ആണ്. പിന്നെ ലാസ്റ്റ് ഇതിന്റെ വാല്യൂ 15 ആണ്. അപ്പൊ നമുക്ക് ആ ഡിജിറ്റൽ വാല്യൂന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഇക്വലന്റ് എത്രയാണെന്നുള്ള അറിഞ്ഞിരിക്കാം. എന്നാലും നമുക്ക് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡി എസ് സിയുടെ അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിന്റെ റെസല്യൂഷൻ ഇൻറ്റു എന്താണ്? അതിന്റെ ഇൻപുട്ടിൽ കൊടുത്ത ഡിജിറ്റലിന്റെ ഡെസിമൽ വാല്യൂ ആണ്. ഓക്കെ, ഇനി എന്താ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡി എ സിയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന സ്മോളസ്റ്റ് ചേഞ്ച്. നിങ്ങൾ ഓരോ ബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ആണ് മാറുന്നത്. ഈ കേസിലാണെങ്കിൽ ഔട്ട്പുട്ടിൽ 0.2 വോൾട്ട് ആണ് മാറുന്നത്. ഇതിന്റെ റെസല്യൂഷൻ 0.2 വോൾട്ട് ആയി. ഇനി നമ്മുടെ ഫസ്റ്റ് പഠിച്ച ഡി എ സി 4-bit ഡി എ സിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾ ഇൻപുട്ടിൽ ഓരോ ബിറ്റും ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഓരോ കൗണ്ട് മാറ്റി കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ്? 1 വോൾട്ട് ആണ്. അപ്പൊ അതിന്റെ റെസല്യൂഷൻ എത്രയാണ്? 1 വോൾട്ട് ആണ്. ഇനി റെസല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. റെസല്യൂഷന്റെ ഫോർമുല ഒരു ഡി എ സിയുടെ റെസല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 15 വോൾട്ട് ആണ് അല്ലെ? അതിനെയാണ് നമ്മൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ഡി എ സിക്ക് നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ഇവിടെ 15 വോൾട്ട് ആണ്. ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. അപ്പൊ ഇതൊരു 4-bit ഡി എ സി ആയതുകൊണ്ട് അവിടെ 15 സ്റ്റെപ്പ് ആണ് ഉണ്ടാവുക. 15 സ്റ്റെപ്പ് ആവും. 15/15 1 വോൾട്ട് ആണ് ഇതിന്റെ റെസല്യൂഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിളിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് 3 വോൾട്ട് ആണ്. 3 വോൾട്ട് ആണ് നമ്മുടെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 വോൾട്ട് ബൈ എന്താണ്? ഇവിടെ എത്ര സ്റ്റെപ്സ് ഉണ്ട്? ഇവിടെ നമുക്ക് എത്ര സ്റ്റെപ്പ് തന്നെയാണുള്ളത്? 15 സ്റ്റെപ്പ് തന്നെയാണുള്ളത്. അപ്പൊ 3/15 0.2 ആണ് വരുന്നത്. അപ്പൊ 0.2 വോൾട്ട് ആണ് ഇതിന്റെ റെസല്യൂഷൻ. അപ്പൊ ഒരു ഡി എ സിയുടെ റെസല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ റെസല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡി എ സിയിൽ നിങ്ങൾക്ക് പരമാവധി എത്ര വോൾട്ട് കിട്ടും?
രണ്ടാമത്തെ എക്സാമ്പിളിലാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 3 വോൾട്ട് കിട്ടും. ആദ്യത്തെ എക്സാമ്പിളിലാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 15 വോൾട്ട് ആണ് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ നമുക്ക് പരമാവധി കിട്ടാവുന്ന വോൾട്ട് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴാണ് നമുക്ക് കിട്ടുക? 1 കൊടുക്കുമ്പോഴാണ് ഈ കേസിൽ നമുക്ക് അത് കിട്ടുക. ഓക്കെ, 4 ബിറ്റ് ഡി എ സി ആയതുകൊണ്ട് എല്ലാ ബിറ്റും 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ്, ഈ ഒരു 4 ബിറ്റ് ഡി എ സി ആയതുകൊണ്ടാണ് ഇവിടെ 15 സ്റ്റെപ്സ് വന്നത്. ഇതൊരു 3 ബിറ്റ് ഡി എ സി ആയിരുന്നെങ്കിൽ ഇവിടെ 7 സ്റ്റെപ്പാണ് വരിക. 3 ബിറ്റ് ഡി എ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ടിൽ 3 ബിറ്റേ ഉണ്ടാവുള്ളൂ, എ ബി സി എ ഉണ്ടാവും. 2 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 ബിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ 15 സ്റ്റെപ്പ് വന്നത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ മൊത്തം 15 സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഒരു 3 ബിറ്റ് ഡി എ സി ആണെങ്കിൽ അവിടെ നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്താൽ 7 സ്റ്റെപ്പാണ് ഉണ്ടാവുക. അപ്പം ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2n-1 ആണ്. അതായത് ഒരു n ബിറ്റ്, ഇത് 4 ബിറ്റ് ആയപ്പോൾ 15 ആണ്. ഒരു n ബിറ്റ് ഡി എ സി ആണെങ്കിൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2n-1 ആണ്. ഓക്കെ, അപ്പോൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നമുക്കൊരു ഡി എ സിയുടെ ഔട്ട്പുട്ടിൽ കിട്ടാവുന്ന മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2n-1 ആണ്. വേറെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് ദ ഡി എ സി. 4 ബിറ്റ് ഡി എ സി ആണെങ്കിൽ 2⁴ - 16-1, അതായത് 15 സ്റ്റെപ്പ് ഉണ്ടാവുക. ഇതാണ് ഒരു ഏത് ഡി എ സിയുടെയും റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഈ രണ്ട് ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് ഫോർമുല എന്ന് റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ്, രണ്ടും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഒരേ കോൺസെപ്റ്റ് ആണ്. എന്താണ്? ഒരു ഡി എ സിയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ അനലോഗ് വോൾട്ടേജ് ആണ് നമ്മൾ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ്. നമ്പർ ഓഫ് സ്റ്റെപ്സിന്റെ ഫോർമുല എന്താണ്? 2n-1. വേറെ n എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എത്ര ബിറ്റ് ഡി എ സി ആണ്. 4 ബിറ്റ് ഡി എ സി ആണെങ്കിൽ n 4 ആണ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ്? 2n-1, 15. അപ്പോൾ ഒരു 4 ബിറ്റ് ഡി എ സിയുടെ ഔട്ട്പുട്ടിൽ എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 15 സ്റ്റെപ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു ഡി എ സിയുടെ അനലോഗ് ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ സ്റ്റെപ്പ് സൈസ് ഇൻറ്റു ഡെസിമൽ വാല്യൂ ഓഫ് ദ ഡിജിറ്റൽ ഇൻപുട്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഡി എ സി ആണെങ്കിൽ ഇവിടെ റെസൊല്യൂഷൻ എത്രയാണ്? റെസൊല്യൂഷൻ 0.2 വോൾട്ട് ആണ്. അപ്പോൾ ഇതിന്റെ അനലോഗ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഫോർമുല എന്താ? 0.2 ഇൻറ്റു നിങ്ങൾ കൊടുക്കുന്ന ഡിജിറ്റലിന്റെ ഡെസിമൽ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കും. നമുക്ക് ഇത് വെച്ച് ജസ്റ്റ് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ 4 ബിറ്റ് ഫോർ എ 6 ബിറ്റ് ഡി എ സി, അപ്പോൾ നമ്മൾ എത്ര ബിറ്റുള്ള ഡി എ സി ഉപയോഗിക്കുന്നത്? 6 ബിറ്റ് ഡി എ സി ആണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ ഇൻപുട്ടിൽ നമുക്ക് 6 ബിറ്റ് ആണുള്ളത്. ഈ 6 ബിറ്റ് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എത്രയാണെന്നാണ് പറയുന്നത്? 20 മില്ലി വോൾട്ട് ആണ് ഇതിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പരമാവധി ഇതിന്റെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ആണ് കിട്ടുക? അപ്പൊ നമ്മുടെ ഡി എ സി ഏതാണ്? നമുക്ക് തന്നിരിക്കുന്ന ഡി എ സി ഒരു 6 ബിറ്റ് ഡി എ സി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപുട്ടിൽ എത്ര ബിറ്റ് ഉണ്ടാവും? 6 ബിറ്റ് ഉണ്ടാവും ഇൻപുട്ടിൽ. ഓക്കെ, ഇനി ഇതിന്റെ റെസൊല്യൂഷൻ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 20 മില്ലി വോൾട്ട് ആണ് ഇതിന്റെ റെസൊല്യൂഷൻ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി വോൾട്ടേജ് എപ്പോഴാണ് കിട്ടുക? എല്ലാ ഇൻപുട്ടും 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പരമാവധി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. അത് എത്രയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ റെസൊല്യൂഷന്റെ ഫോർമുല എഴുതിയാൽ നോക്കിയാൽ മതി. റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസിന്റെ ഫോർമുല എന്താണ്? ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ബിറ്റ് ഡി എ സി ആണ്? 6 ബിറ്റ് ഡി എ സി ആണ്. 6 ബിറ്റ് ഡി എ സിന്റെ കേസിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 2⁻⁶ ആണ്. അഥവാ 64 - 1 63 ആണ് ഇതിന്റെ ഔട്ട്പുട്ടിലെ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 20 മില്ലി വോൾട്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോറി, ഫുൾ സ്കെയിൽ മില്ലി വോൾട്ട് അല്ല, സ്റ്റെപ്പ് സൈസ് 20 മില്ലി വോൾട്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് സൈസ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പ് സൈസ് എത്രയാണ്? 20 മില്ലി വോൾട്ട് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ്? 63 ആണ്. അപ്പോൾ 63 × 2 20 1260 വരും. 1260 മില്ലി വോൾട്ട് ആണ്. 1260 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.26 വോൾട്ട് ആണ്.
ഇതാണ് ഇതിന്റെ പരമാവധി ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഈ 6-bit DAC യിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 1.26 വോൾട്ട് ആണ്. ഇതിന്റെ സ്റ്റെപ്പ് സൈസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ എത്രയാണ്? 20 മില്ലി വോൾട്ട് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ജസ്റ്റ് ആ ഫോർമുലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളൊരു 8-bit DAC ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 8-bit ഇൻപുട്സ് ആണ് ഉണ്ടാവുക. ഇതിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് 0.01 വോൾട്ട് ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദ ഡിജിറ്റൽ ഇൻപുട്ട് ഈസ്. അപ്പൊ നമുക്ക് ഇതിനൊരു നമ്മുടെ ഒരു 8-bit DAC ആണ് ഉപയോഗിക്കുന്നത്. 8-bit DAC ആണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ഡിജിറ്റൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഏതാണ്? 00101011. ഈ ഡിജിറ്റൽ ഇൻപുട്ട് ഇതിന്റെ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എത്രയാണ് അനലോഗ് ഔട്ട്പുട്ട് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ റെസൊല്യൂഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 0.01 വോൾട്ട് ആണ്. ഒരു DACയുടെ അനലോഗ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതിന്റെ സ്റ്റെപ്പ് സൈസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ. സ്റ്റെപ്പ് സൈസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഇൻറ്റു ഡെസിമൽ വാല്യൂ ഓഫ് ദ ഇൻപുട്ട്. ഡെസിമൽ വാല്യൂ ഓഫ് ദ അനലോഗ് ഡിജിറ്റൽ ഇൻപുട്ട്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട് ഏതാ? 00101011. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട്. നമുക്ക് ഇതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ വെയിറ്റഡ് സം എടുത്തിട്ടാണ്. നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ട് 1, 2, 4, 8, 16, 32. അപ്പൊ ഇതാണ് ഇതിന്റെ വെയിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ സം ചെയ്ത് എടുക്കുകയാണെങ്കിൽ 32 + 8 + 2 + 1 ആണ് വരിക. എന്ന് പറഞ്ഞാൽ എത്ര വരും? 43 വരും അല്ലെ? അപ്പൊ 43 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ ഇൻപുട്ടിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ. അപ്പൊ ഈ ഡിജിറ്റൽ സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 43. ഇനി അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സ്റ്റെപ്പ് സൈസ് ഇൻറ്റു നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ വാല്യൂന്റെ ഡെസിമൽ വാല്യൂ. അപ്പൊ സ്റ്റെപ്പ് സൈസ് എത്രയാ? 0.01 വോൾട്ട് ഇൻറ്റു ഡെസിമൽ വാല്യൂ ഓഫ് ദി ഇൻപുട്ട് എത്രയാ? 43. ഇപ്പൊ എത്രയാണ്? 0.43 വോൾട്ട് ആണ്. അപ്പൊ ഈ ഒരു 8-bit DACയിലോട്ട് നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ ഇൻപുട്ട് 00101011 പറയുന്ന ഒരു ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന അനലോഗ് വാല്യൂ എത്രയാ? 0.43 വോൾട്ട് ആണ്. ഓക്കെ, ഇതാണ് ഒരു DACയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളെ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഇത് സർക്യൂട്ട് എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം പോലെ നമ്മൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഈ DAC എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ DACയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. നമ്മൾ എന്ത് ഡിജിറ്റൽ സിഗ്നൽ വാല്യൂ ആണ് കൊടുക്കുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. 2 പാരാമീറ്റേഴ്സ് ആണ്, റെസൊല്യൂഷൻ ഓർ സ്റ്റെപ്പ് സൈസ്. അപ്പൊ റെസൊല്യൂഷൻ ഓർ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഒരു DACയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മിനിമം ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പൊ നിങ്ങൾ ഓരോ ഇൻപുട്ടിൽ ഓരോ ഡിജിറ്റൽ വാല്യൂ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ഈ റെസൊല്യൂഷൻ അനുസരിച്ചാണ് ഇൻക്രീസ് ചെയ്ത് വരിക. റെസൊല്യൂഷൻ 0.2 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ഓരോ തവണയും 0.2 വോൾട്ട് ആണ് കൂടി വരിക. റെസൊല്യൂഷൻ 1 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ഓരോ തവണയും 1 വോൾട്ട് ആണ് കൂടി വരിക. ഇനി DACയുടെ അനലോഗ് ഔട്ട്പുട്ട് എത്രയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു DACക്ക് നിങ്ങൾ ഒരു ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്താണ് നിങ്ങൾക്ക് അനലോഗ് ആയിട്ട് കിട്ടുന്ന വാല്യൂ, അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? അതിന്റെ റെസൊല്യൂഷൻ ഓഫ് സ്റ്റെപ്പ് സൈസ് ഇൻറ്റു നിങ്ങൾ കൊടുത്ത ഡിജിറ്റൽ ഇൻപുട്ടിന്റെ ഡെസിമൽ വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ അനലോഗ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്. എത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി സർക്യൂട്ടിലോട്ട് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ DAC നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ സർക്യൂട്ട് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് പറയുകയാണ്. എന്താണ് ഒരു DACയുടെ സർക്യൂട്ടിലോട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സർക്യൂട്ട് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. DAC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ വാല്യൂവിന്, ഡിജിറ്റൽ ബൈനറി ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു അനലോഗ് വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. നിങ്ങൾ എന്ത് ഡിജിറ്റൽ ഇൻപുട്ട് ആണോ കൊടുക്കുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങൾ ഡിജിറ്റൽ ഇൻപുട്ട് കൂട്ടി വരുമ്പോൾ ഔട്ട്പുട്ടിലുള്ള അനലോഗ് വാല്യൂ എന്ത് ചെയ്യണം? കൂടി വരണം. അപ്പൊ അതാണ് നമ്മൾ പ്രൊപ്പോർഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയും. ഇപ്പൊ ഒരു 3-bit ആണെങ്കിൽ, ഇപ്പൊ 3-bit ആണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ, ഒരു 3-bit DAC ആണെങ്കിൽ 000 തൊട്ട് 111 വരെയാണ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് ബൈനറി ഒരു നൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ B2, B1, B0. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബൈനറി വാല്യൂസ് 000 നിന്ന് 11 വരെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് അനലോഗ് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? ഇൻക്രീസ്. അനലോഗ് ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടിലാണ് കിട്ടുക, അതും ഇൻക്രീസ് ചെയ്ത് വരണം. ഇത് 0 വോൾട്ട് ആയിരിക്കും. പിന്നെ ഇതിന്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ഇപ്പൊ റെസൊല്യൂഷൻ 0.2 വോൾട്ട് ആണെങ്കിൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 വോൾട്ട് കിട്ടും. 001 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.2 വോൾട്ട് കിട്ടും. 0010 ആണെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് 0.4 വോൾട്ട് കിട്ടും. അപ്പൊ റെസൊല്യൂഷൻ എത്രയാണോ അതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എന്ത് ചെയ്യും?
ഇൻക്രീസ് ചെയ്ത് വരും. ഈ ഞാനിവിടെ റെസൊല്യൂഷൻ 0.2 വോൾട്ട് ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി എ സി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡി എ സി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഇൻപുട്ടിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഡിജിറ്റൽ ഇൻപുട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം ഓരോ ബിറ്റ്സ് ആണ്. ഈ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ 3 ബിറ്റ്സ് ആണ് ഉള്ളത്. ഈ 3 ബിറ്റിന്റെ പ്രത്യേകത എന്താ, എല്ലാ ബിറ്റിനും ഒരേ വെയിറ്റ് അല്ല ഉള്ളത്. നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എല്ലാ ബിറ്റിനും ഒരേ വെയിറ്റ് അല്ല ഉള്ളത്. ഏത് ബിറ്റിനാണ് ഹയസ്റ്റ് വെയിറ്റ്, ഇവിടെ ആണെങ്കിൽ B2വിനാണ് ഹയസ്റ്റ് വെയിറ്റ് ഉണ്ടാവുക, B0നാണ് ലോവസ്റ്റ് വെയിറ്റ് ഉണ്ടാവുക. B2വിനെയാണ് നമ്മൾ MSB എന്ന് വിളിക്കുക, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അതായത് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ഉള്ള ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ B2 ആണ്. ഇവിടെ ലോവസ്റ്റ് വെയിറ്റ് ഉള്ള ബിറ്റ് ഏതാ, B0 ആണ്. അതിനെയാണ് നമ്മൾ LSB എന്ന് വിളിക്കുന്നത്, ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഇനിയിപ്പോ 4 ബിറ്റുള്ള ഒരു ഇൻപുട്ട് ആണെങ്കിലോ B3, B2, B1, B0. ഇവിടെ ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഉള്ള ബിറ്റ് ഏതാ, B0 ആണ്. ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ഉള്ള ബിറ്റ് ഏതാ, B3 ആണ്. അതിനെയാണ് നമ്മൾ MSB എന്ന് വിളിക്കുന്നത്. അപ്പൊ B3ക്ക് ആയിരിക്കണം ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ഉണ്ടാവുന്നത്, പിന്നെ B2വിന്, പിന്നെ B1ന് ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഉണ്ടാവേണ്ടത് B0 അങ്ങനെ ഓരോ ബിറ്റിനും നമ്മളൊരു വെയിറ്റ് കൊടുക്കുന്നു, അതിനെ സം ചെയ്ത് എഴുതുന്നു. അങ്ങനെയാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്, അനലോഗ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ അതാണ് അതിന്റെ പ്രൊപ്പോർഷണൽ അനലോഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡി എസ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓരോ ഡിജിറ്റൽ വാല്യൂസിനും ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെയിറ്റ് കൊടുക്കുക, അതിനെ സം ചെയ്തെടുക്കുക. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കേണ്ടത്, MSBക്ക് ആയിരിക്കണം എപ്പോഴും ഹയസ്റ്റ് വെയിറ്റ്, LSBക്ക് ആയിരിക്കണം എപ്പോഴും ലോവസ്റ്റ് വെയിറ്റ്. അതാണല്ലോ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ. ഏറ്റവും ഹയസ്റ്റ് ബിറ്റിന് ഹയസ്റ്റ് വെയിറ്റ്. നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ തന്നെ വെയിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ 2ന്റെ പവർ ആയിട്ടല്ലേ കൊടുക്കുന്നത്, 1, 2, 4, 8 വെയിറ്റ് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ MSBക്ക് ആയിരിക്കണം ഹയസ്റ്റ് വെയിറ്റ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു N ബിറ്റ് ആണെങ്കിൽ B0 തൊട്ട് Bn-1 വരെ ഉണ്ടാവും. 4 ബിറ്റ് ആവുമ്പോൾ B0 തൊട്ട് B3 വരെയാണ് ഉണ്ടാവുക. N ബിറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് B0 തൊട്ട് Bn-1. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിജിറ്റൽ ഇതാണ് നമ്മുടെ N ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പൊ ഓരോ ബിറ്റും ഒരേപോലെ അല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിന് MSBക്ക് ആയിരിക്കും എപ്പോഴും ഹയസ്റ്റ് വെയിറ്റ് ഉണ്ടാവുക, LSBക്ക് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഉണ്ടാവുക. അപ്പൊ എല്ലാ ബിറ്റും ഒരേപോലെ അല്ല കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ ബിറ്റിനും ഒരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്, MSBക്ക് ആയിരിക്കണം എപ്പോഴും ഹയസ്റ്റ് വെയിറ്റ്, പിന്നെ വെയിറ്റ് ഡിക്രീസ് ചെയ്ത് LSBക്ക് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഉണ്ടാവുക. അങ്ങനെ ഓരോ ബിറ്റിനും ഒരു വെയിറ്റ് നമ്മൾ കൊടുക്കുന്നു, അതിനുശേഷം ഇതിനെല്ലാം കൂടെ സം ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, അനലോഗ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന 2 സർക്യൂട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, വെയ്റ്റഡ് റെസിസ്റ്റർ DACയും R2R ലാഡർ DAC. നമ്മുടെ സിലബസിൽ ജസ്റ്റ് DAC എന്നേ പറയുന്നില്ല, ഏതൊക്കെ DAC സർക്യൂട്ട്സ് ആണ് വേണ്ടതെന്ന് കൃത്യമായി എടുത്തൊന്നും പറയുന്നില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 DACകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, വെയ്റ്റഡ് റെസിസ്റ്റർ DAC, കോമൺലി യൂസ് ചെയ്യുന്നത് R2R ലാഡർ DAC ആണ്. ഇത് രണ്ടും നമുക്ക് ജസ്റ്റ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ സർക്യൂട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഓപ്പാമ്പ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിന്റെ വർക്കിംഗ് മനസ്സിലാക്കണം. അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് ഇതൊരു ഓപ്പാമ്പ് എന്ന് പറയുന്ന ആംപ്ലിഫയർ ആണ്. ഇതിനൊരു ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്, ഇതിനൊരു ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇതിന്റെ വർക്കിംഗ് ജസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാലേ നമുക്ക്, അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകണ്ട, കാരണം സിലബസിൽ ഓപ്പാമ്പ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് മനസ്സിലാക്കുക, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറയാം. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി വെയ്റ്റഡ് DACയും അതേപോലെ R2R ലാഡർ DACയും മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിലുള്ള DAC സർക്യൂട്ട്സ് ആണുള്ളത്, വെയ്റ്റഡ് റെസിസ്റ്റർ DACയും R2R ലാഡർ DAC. അപ്പൊ ജസ്റ്റ് എങ്ങനെയാണ്, നിങ്ങൾ ഇതിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, കാരണം നമുക്ക് അത്രയും ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല ഇതിൽ. ജസ്റ്റ് ഈ സർക്യൂട്ടുകൾ എങ്ങനെയാണ്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നമ്മളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം, നമ്മുടെ ADC സർക്യൂട്ട്സും ഫിനിഷ് ചെയ്യാം. നമുക്ക് ഇതുവരെയുള്ള ടോപ്പിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.